പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം എന്നെ എന്ന വചന സന്ദേശം നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തരുവാൻ ഇടയമാകുമ്പോൾ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തില് ഭാഗ്യവചനങ്ങൾ അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം നമുക്ക് കാണാൻ കഴിയുന്നു. മലയിലെ പ്രസംഗമൊക്കെ എത്ര ഭംഗിയായിട്ടാണ് കർത്താവ് ശിഷ്യന്മാരെയൊക്കെ കൂട്ടി ദൈവം തന്റെ യേശു കർത്താവിലൂടെ തന്റെ വചനത്തെ വെളിപ്പെടുത്തുവാൻ ഇടവരുന്നത്. അത് 5-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെയാണ് ഗിരിപ്രഭാഷണം പൊതുവെ അറിയപ്പെടുവാൻ ഇടവരുന്നത്. യേശുവിന്റെ ഉപദേശങ്ങളെ കാണപ്പെടുന്നത് നീതിയെക്കുറിച്ചുള്ള ദൈവിക സന്ദേശമാണ്. ഇവിടെ 5:1 അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി, അവൻ ഇരുന്ന ശേഷം ശിഷ്യരെ അടുക്കൽ വന്നു. കണ്ട, യേശു ഇരുന്ന ശേഷമാണ് ശിഷ്യന്മാർ അടുത്തു വന്നത്. യേശുവിന്റെ ശിഷ്യന്മാർ അടുത്തു വന്നപ്പോൾ അവൻ തിരുവായും ഒഴിഞ്ഞു അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ, ആത്മാവി ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ആർക്കാണ് സ്വർഗരാജ്യം? ആത്മാവി ദരിദ്രരായവർക്കാണ് സ്വർഗരാജ്യം കർത്താവ് കൊടുക്കുന്നത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഏതു വിധേനയും കർത്താവിനെ പ്രതി ദുഃഖം അനുഭവിക്കുന്നെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തിരുവെഴുത്ത് നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങൾ ഏവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ ഒരേ ഒരുവൻ യേശു മാത്രമാണ്. ഗിരിപ്രഭാഷണത്തിൽ അവരോട് കർത്താവ് പറയാണ്, നിങ്ങൾ ദുഃഖിക്കുന്നെങ്കിൽ നിങ്ങളെ ദുഃഖം ഒരാശ്വാസമായി മാറുവാൻ ഞാൻ കാരണമാകുമെന്ന കർത്താവ് പറഞ്ഞത്. സൗമ്യതയുള്ളവർ ഭാഗ്യമാർ, അവർ ഭൂമി അവകാശമാക്കും. കർത്താവ് പറയാ, സൗമ്യതയുള്ളവർക്കാണ് ഈ ഭൂമി അവകാശമാക്കാനുള്ള കൃപ. നീതിക്ക് വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യമാർ, അവർക്ക് തൃപ്തി വരും. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വചനഭാഗം, അവന്റെ വീണ്ടെടുപ്പിനാൽ നമ്മളെ സൗജന്യമായിട്ടത്രേ നീതീകരിച്ചിരിക്കുന്നത്. കണ്ടോ, നീതീകരണം നമുക്ക് കിട്ടിയത് എങ്ങനെയാ? യേശുവിന്റെ കാൽവരി ക്രൂശിത മരണത്തിലൂടെ നമ്മളൊന്നും വില കൊടുക്കാതെ നമുക്ക് വേണ്ടി വില കൊടുത്ത് നമ്മെ നീതീകരിച്ചവനായ ക്രിസ്തു സൗജന്യമായി നമ്മളെ ക്രിസ്തു വീണ്ടെടുത്തിരിക്കുന്നു എന്ന ബൈബിൾ പഠിപ്പിക്കുന്നത്. നീതിക്ക് വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന ഭാഗ്യമാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യമാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യമാർ, അവർ ദൈവത്തെ കാണും. ആരാണ് ദൈവത്തെ കാണുന്നത്? അശുദ്ധിയിലേക്കല്ല, നമ്മളെ വിശുദ്ധിയിലേക്കാണ് വിളിച്ചത്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനാകേണ്ടതിന് ഞാൻ നിങ്ങളെ എന്നിലേക്ക് ചേർത്തിരിക്കുന്നു എന്ന കർത്താവ് പറഞ്ഞത്. വിശുദ്ധിയുടെ ഒരു വലിയ വഴി തുറന്നത് കർത്താവാണ്. എന്തുകൊണ്ടാണ് നമ്മളെ വിശുദ്ധരാക്കിയത്? നമ്മളായതാണോ? അല്ല. നമ്മുടെ അശുദ്ധി മുഴുവനും കാൽവരി ക്രൂശിൽ യേശു കർത്താവ് ഏറ്റെടുത്ത് നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്തു. പഴയ നിയമത്തിൽ പാപത്തിന്റെ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ പുരോഹിതൻ യാഗം കഴിച്ച വിശ്വാസികൾ മൃഗത്തെയും കൊണ്ട്, അത് കാളയാകാം, അത് ആട്ടിൻകുട്ടിയാകാം, അത് പ്രാവാകാം, ഇതിനെയൊക്കെ തൂക്കിപ്പിടിച്ചുകൊണ്ട് അതിനെ പുരോഹിതന്റെ അടുക്കിലേക്ക് എന്ന് പുരോഹിതനെതിരെ യാഗം കഴിച്ച് യാഗത്തിലൂടെ പുരോഹിതനെയും ജനത്തിനെയും പാപം മോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി യാഗം കഴിച്ച് ഒറ്റ യാഗത്താൽ നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞു. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മുടെ അശുദ്ധി മുഴുവനും അങ്ങനെയാ കഴുകിയത്. എങ്ങനെ? കാൽവരി ക്രൂശിൽ. അത് നമ്മളൊന്ന് ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്താൽ നമ്മൾ ഹൃദയശുദ്ധിയുള്ളവരായി മാറാൻ ദൈവം ഇടയാക്കും. അശുദ്ധി മുഴുവനും
ആ ബൈബിളിൽ നമ്മൾ പാടിയല്ലേ, അശുദ്ധിയെല്ലാം ഞാൻ ചാരമാക്കുമെന്ന്. അശുദ്ധി മുഴുവൻ കഴുകിയ കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ മലയിലെ പ്രസംഗം അതെന്നെ കുറിച്ചാ പറഞ്ഞതെങ്കിൽ എന്നിലുള്ളതെല്ലാം മാറ്റാൻ എന്റെ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, എനിക്ക് എന്റെ കർത്താവിനെ കാണണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളുള്ള എല്ലാ അശുദ്ധിയും മാറ്റി ഒന്ന് കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കാം. ഈ വചന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകട്ടെ. ഈ മലയിലെ പ്രസംഗം അതെന്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ വചനം എന്റെ ജീവിതത്തിൽ എന്നെ പഠിപ്പിക്കുവാൻ, എനിക്ക് അങ്ങേ കണ്ട് എനിക്ക് അങ്ങേ ആരാധിക്കുവാൻ ഈ പ്രഭാതത്തിൽ അങ്ങ് തരുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവേ, നീ മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.